वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. 1201 ആണ്ട് ധനുമാസം 17-ാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ 2026 ജനുവരി 1-ാം തീയതിയാണ്. അതായത് 2026 വർഷപ്പിറവി. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭരാശിയിലും ശനി മീനരാശിയിലുമൊക്കെയാണ്. കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMACT അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് 2026 വർഷം രാശി പകർച്ചയില്ല. മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം 2-ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹപകർച്ചയും ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വൃശ്ചികം രാശിയിലുള്ള വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിലുള്ളവർക്കും പിന്നെ വൃശ്ചിക ലഗ്നത്തിലുള്ളവർക്കും 2026 വർഷം വ്യാഴം അഷ്ടമഭാവത്തിലും കേതു കർമ്മഭാവത്തിലും രാഹു 4-ാം ഭാവത്തിലും ശനി 5-ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. 2026 ജൂൺ 2-ന് വ്യാഴം അഷ്ടമഭാവത്തിൽ നിന്ന് ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്ക് സംക്രമിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതി ഈശ്വരാനുഗ്രഹം കുറവായിട്ടുള്ള ഒരു സമയമാണ്. ആദ്യ പകുതിയേക്കാൾ 2-ാം പകുതിയാണ് കൂടുതൽ മെച്ചം. ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് ബിസിനസ്സിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. കർമ്മരംഗത്ത് ആദ്യ പകുതിയിൽ പല തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. ജൂൺ മാസത്തോടുകൂടി കർമ്മപുഷ്ടിയും കാര്യതടസ്സങ്ങളും വിഘ്നങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടും. തൊഴിൽപരമായിട്ടുള്ള സ്ഥാനചലനവും തൊഴിലിൽ മാറ്റങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കും. എങ്കിലും ആദ്യ പകുതിയിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തൊഴിലിൽ അധ്വാന കൂടുതൽ, ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ മേലധികാരികളുടെ അപ്രീതിയും ഉണ്ടാകാനുള്ള ഇടയുണ്ടാകും. ഏത് കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യുക. എന്നിരുന്നാലും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. പല വിധത്തിലുള്ള ധനസ്രോതസ്സുകളൊക്കെ ഉണ്ടാകും. ആദ്യ പകുതിയിൽ കടബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടമുള്ളവർക്ക് കടം മൂലം കൂടുതലായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ കൂടി വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ തന്നെ സാധിക്കും. സാമ്പത്തിക നിലയൊക്കെ നോക്കാതെ
അകലക്കാൽ വയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെയും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. അതായത് വീട് കെട്ടാനൊക്കെ പുറപ്പെട്ടാൽ തൻ്റെ ശക്തിക്ക് മീറിയ ഒരുപാട് വലിയ വീടൊക്കെ കെട്ടാൻ തുടങ്ങി അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ 2026 വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പരിഹരിക്കപ്പെടാൻ കഴിയുകയും ചെയ്യും. നഷ്ടപ്പെട്ട ഈശ്വരാനുഗ്രഹവും ഒക്കെ വന്നു ചേരും. ബുദ്ധിപൂർവം തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. വിവാഹാലോചനയുമായി ഒക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ആദ്യ പകുതിയിൽ പല തടസ്സങ്ങൾ ഉണ്ടായാൽ കൂടി രണ്ടാം പകുതിയിൽ മനസ്സിൽ ആഗ്രഹിച്ച നല്ല ബന്ധങ്ങളൊക്കെ തന്നെ വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ബന്ധുക്കളുമായി ശത്രുത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടായാലും പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകും. ഉന്നത പഠനത്തിന് ചില തടസ്സങ്ങൾക്ക് ശേഷം പ്രവേശനമൊക്കെ ലഭിക്കും. എങ്കിലും വിജയം കരസ്ഥമാക്കാൻ കഴിയും. പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലൊക്കെ എത്തിച്ചേരും. കലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യും. പ്രതീക്ഷിക്കുന്ന വിധത്തിൽ കഴിവ് തെളിയിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി അവയെല്ലാം മാറിക്കിട്ടി അംഗീകാരവും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുകയും ചെയ്യും. ബന്ധുവിൻ്റെ അകാല വിയോഗം ദുഃഖത്തിന് ഇടവരുത്തും. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനവരവും ഉണ്ടാകും. അതായത് ഇൻഷുറൻസ് ഒക്കെ കിട്ടാനുള്ള യോഗവും കൂടിയാണ് കാണുന്നത്. ഏത് പ്രവൃത്തിയായാലും ധനം ചിലവഴിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വട്ടം ചിന്തിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ഇടങ്ങളിൽ വാക്ക് പാലിക്കാൻ കഴിയാതെയും വരും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരാൻ കഴിയും. അയൽക്കാരുമായി നല്ല ബന്ധമുണ്ടാകും. പുതിയ പല സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ശ്രമിക്കും. കാര്യങ്ങളിൽ ചില മന്ദതയും അനുഭവപ്പെടും. അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. അമ്മയുടെ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു വർഷം തന്നെയാണ്. മുടങ്ങിക്കിടന്ന ധർമ്മദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തും. പൂർവികർ ആരാധിച്ചു വന്ന കർമ്മങ്ങളൊക്കെ അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്യും. യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സന്താന ഗുണം വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ സന്താന ഗുണമൊക്കെ ഉണ്ടാകും. അവരുടെ ആരോഗ്യനിലയും മെച്ചപ്പെടും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരും. പൊതുപ്രവർത്തകർക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം അനുകൂലം തന്നെയാണ്. പൊതുവെ 2026 വർഷം ഗുണവും ദോഷവും ഒരുപോലെ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷമാണ് ഈ രാശി ലഗ്നക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ഒക്കെ ചെയ്യണം. ശാസ്താവിനെയും നവഗ്രഹങ്ങളെയും ഒക്കെ പ്രീതിപ്പെടുത്തുക. പക്കപ്പിറന്നാൾ ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ദോഷശമനമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.